കുട്ടികളുടെ ഇടയിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയും. മുതിർന്നവർ അതിനെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയും. രണ്ടിൻ്റെയും ഒരു തീം ഒന്ന് തന്നെയാണ്. അതായത് കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അതിൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ചതിയിൽ പിന്നെ വഞ്ചന എന്നുള്ളതാണ്. കാരണം ഒരു ഹണിമൂൺ പീരീഡ് ഇതിനും ഉണ്ട്. അത് കഴിയുമ്പോൾ തൊട്ട് മടുപ്പ് തുടങ്ങും. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിലും സംഭവിക്കുന്നതാണ്. കുട്ടികളുടെ ഇടയിൽ രണ്ടുപേര് തമ്മിൽ ഒരു കമ്മിറ്റ്മെൻറ്റ്സും ഇല്ല എന്ന് പറഞ്ഞ് തുടങ്ങിയാലും ഒരാൾ സീരിയസ് ആയിപ്പോവും, ഒരാൾ കമ്മിറ്റഡ് ആയിപ്പോവും. അവിടെയാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. സെയിം ആസ് ഇൻ ദ കേസ് ഓഫ് ഈ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. എല്ലാവർക്കും ചിലപ്പോൾ ലസ്റ്റ് മാത്രമായിട്ട് പറ്റണമെന്നില്ല. ഡെമി സെക്ഷൽസ് ആയിരിക്കും, അതായത് സെൻസിറ്റീവ് നേച്ചർ ആയിരിക്കും. അപ്പോൾ ഒരുപാട് അടുപ്പം ഫീൽ ചെയ്യും. അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന ആൾക്കോ ലസ്റ്റ് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരുടെ ഇടയിലാണെങ്കിൽ ഒരു കാസനോവ പോലെ ഒരുപാട് കാശുള്ള, ഒരുപാട് ഇത്തരം ബന്ധങ്ങളിൽ താല്പര്യമുള്ള പുരുഷന്മാരെ നമ്മൾ കാസനോവ എന്ന് വിളിക്കില്ലേ, അതുപോലെ സ്ത്രീകളുടെ ഇടയിലും ഉണ്ട്. സെയിം സ്ത്രീകൾ ഇപ്പോൾ എല്ലാ സ്ത്രീകളും അങ്ങനെ ഇമോഷണലായിട്ട് അല്ല ബന്ധം കൊണ്ടുപോകുന്നത്. സെക്സിന് വേണ്ടി ബന്ധം കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ ചിലപ്പോൾ അപ്പുറത്തെ വശത്ത് നിൽക്കുന്ന പുരുഷനായിരിക്കും അത് ഇമോഷണലായിട്ട് എടുക്കുന്നത്, തകർന്ന് തരിപ്പണമാവുന്നത്. അപ്പം കുട്ടികളുടെ ഇടയിലെ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് ആണ് മുതിർന്നവരുടെ ഇടയിലെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനിതിൽ മൊറാലിറ്റിയുടെ അങ്ങ് മാറ്റി വയ്ക്കാം. രണ്ടും ഇതിനകത്ത് നമുക്ക് മൊറാലിറ്റി കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംഭവമല്ലല്ലോ. ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ വേണം തുടക്കത്തിൽ എന്നുള്ളതാണ്. കാരണം ഞാൻ ഇമോഷണലാണ്, എന്നെ ഈ കമ്മിറ്റ്മെൻറ്റ്സ് ഇല്ലാത്ത ഒരെണ്ണത്തിലോട്ട് പിടിച്ചിടരുത് എന്ന് പറയുമ്പോൾ മറുവശത്തിരിക്കുന്ന ആൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലായി നമ്മൾ മറ്റൊരാളുടെ ഇമോഷൻസിനെ കൊല്ലാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ഒഴിയാനുള്ളൊരു മര്യാദ, സാമാന്യ മര്യാദ വേണം. ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സിലും അത് തന്നെയാണ്. എന്തുമാത്രം അത് ആൺകുട്ടികളും ഉണ്ട് കേട്ടോ, പെൺകുട്ടികൾ മാത്രമല്ല ഇരകൾ. എല്ലാ പുരുഷന്മാരും വേട്ടക്കാരും, എല്ലാ സ്ത്രീകളും ഇരകളും അങ്ങനെയൊന്നുമല്ല. ഈ അടുത്തും ഒരു ആൺകുട്ടി വന്ന് എന്നോട് കരഞ്ഞത് എന്നെ യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവനതൊരു തമാശയായിരുന്നില്ല. പക്ഷെ പെൺകുട്ടിക്ക് ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഫ്ലിങ്സ് എന്ന് പറയും പെൺകുട്ടികളുടെ ഭാഷയിൽ. അത് അവൾക്ക് അവളുടെ ഒരു ഇൻട്രസ്റ്റ് തീർന്നപ്പോൾ അവൾ ഇട്ടേച്ചു പോയി. വിവാഹേതര ബന്ധത്തിലും അങ്ങനെ തന്നെയല്ലേ. സ്ത്രീകളാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് വിവാഹേതര ബന്ധത്തിൽ കുറേ കൂടി ഇൻവോൾവ് ആയി പോകുന്നത്. കാരണം അവരുടെ ഒരു കേരളത്തിലെ സ്ത്രീകളുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ വെച്ചിട്ട് അവരുടെ ഒരു ക്രൈസിസ് പീരീഡിൽ ഒരു കച്ചിത്തുമ്പ് കാണുമ്പോൾ കയറി പിടിക്കുന്നതാണ് പലപ്പോഴും. അതിൽ തുടർന്ന് വരുന്ന ഡിപ്രഷൻ, അത് മാറാൻ കുറേ സമയമെടുക്കും. കാരണം കരയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് മാറാൻ കുറേ സമയമെടുക്കും. നമ്മുടെ സമൂഹത്തിലിപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കേസുകൾ എന്ന് ഓരോ സൈക്കോളജിസ്റ്റിൻ്റെയും കേസ് ഡയറി നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേസ് വരുന്നത് കേസ് ഡയറി നോക്കിയാൽ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, അതിനെ തുടർന്നുണ്ടാകുന്ന ഡിപ്രഷൻ. മുതിർന്നവരുടെ ഇടയിലാണെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതിനെ തുടർന്ന് വരുന്ന ഡിപ്രഷൻ.